BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, നേരത്തെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലും ഇങ്ങനെ BJP വളരുന്നതിൽ വലിയ ഭയം CPM മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ അങ്ങയുടെ സ്വന്തം ജില്ലയിൽ തന്നെ BJP അങ്ങേയറ്റം ഭയക്കുകയാണ് CPM. പ്രത്യേകിച്ച് ചേലക്കരയിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള BJPയുടെ വോട്ട് സമാഹരണം യഥാർത്ഥത്തിൽ CPMന്റെ ഉരുക്കുകോട്ടകളെയൊക്കെ വലിയ വിറളി പിടിപ്പിക്കുകയാണ് BJPയുടെ വളർച്ച. എങ്ങനെ നോക്കിക്കാണുന്നു CPMന്റെ ഈ പ്രസ്താവനയെ? അല്ല, CPM പ്രസ്താവന നടത്താതിരിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, അത് അവരുടെ രാഷ്ട്രീയം. BJPയെ സംബന്ധിച്ചിടത്തോളം BJP പ്രവർത്തിക്കുന്നു, BJP വളരുന്നു, BJPക്ക് MP ഉണ്ടായി, BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ഓളം വോട്ടുകൾ കൂടുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയത്തിന്റെ വളർച്ചയിലേക്ക് എത്തും. അതിലൊന്നും സംശയം. ഇവരവിടെ ഭയപ്പെടുകയോ ഇവരതിനെ തടയാൻ ശ്രമിക്കുകയോ ഇവര് ഒരു മതത്തെ വെറുക്കുകയോ ഇതൊക്കെ ഇവര് സ്വാഭാവികമായിട്ട് ചെയ്യും. പിന്നെ ഗോവിന്ദൻ മാഷ് പറയുന്നതിന് AI ഗോവിന്ദൻ മാഷ് എന്നാണ് ഇപ്പോ എല്ലാവരും പറയുന്നത്. ആദ്യം പറയും AI എന്ന് പറയപ്പെടുന്നത് വലിയ CPM നയമാണെന്ന് പറയും, പിന്നെ പറയും അതിനെ എതിർക്കുന്നു എന്ന് പറയപ്പെടും. ഇപ്പൊ സർവകലാശാല പണ്ട് തല്ലിച്ചതച്ചവരല്ലേ, കൂത്തുപറമ്പ് വെടിക്കെട്ടുണ്ടാക്കിയവരല്ലേ, സ്വാശ്രയ സംവിധാനത്തിനെതിരെ വക്താക്കളായിട്ടല്ലേ ഇപ്പൊ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പൊ ഇവർ ഇന്ന് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കണ്ട. ഗോവിന്ദൻ മാഷ് പലതും ഇതിനു മുന്നേ പറഞ്ഞിട്ട് അമൂർത്തമായ കാര്യത്തിൽ മൂർത്തമായ തീരുമാനം വരുമ്പോൾ അമൂർത്തമായ തീരുമാനത്തിൽ മൂർത്തമായ തീരുമാനമുണ്ടാകും. ഗോവിന്ദൻ മാഷ് പണ്ട് എന്നും പറയുന്നത് അങ്ങനെ ആർക്കും മനസ്സിലാവാറില്ല. അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നില്ലെന്ന്. കൊച്ചിയിലെ അപ്പം വിറ്റിട്ട് മലപ്പുറത്തേക്ക് പോകാൻ പറഞ്ഞ ആളല്ലേ. അപ്പൊ അവരിങ്ങനെ പറഞ്ഞോട്ടെ. BJPയെ ഭയപ്പെടുന്നു എന്നുള്ളതല്ല നീലിമാതിനകത്ത്. BJPയുടെ വളർച്ചയെ CPMന് തടുക്കാനാവില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. CPM അണിനിറഞ്ഞിട്ട് തൃശ്ശൂരായിട്ട് നിങ്ങൾ നിന്നാലും നിങ്ങൾക്ക് അപ്പുറത്ത് ഞങ്ങൾ MP സംവിധാനത്തിൽ വിജയിച്ചത്, ഞങ്ങൾ ലോകസഭയിലേക്ക് ഞങ്ങളുടെ നേതാവിനെ എത്തിച്ചത്, അത് ഞങ്ങളുടെ പ്രാപ്തിയാണ്, അത് ഞങ്ങളുടെ രാഷ്ട്രീയ വിജയമാണ്. അത് ഞങ്ങൾ ജനങ്ങളുമായി സംവദിച്ചതുകൊണ്ടാണ്. അത് 10 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ വിജയം, അവരുടെ പദ്ധതികൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ എങ്ങനെ ഈ കേരളത്തിന്റെ ഇഷ്ടാമുട്ടത്തേക്ക് തട്ടിപ്പൊന്നോണയും പറഞ്ഞിങ്ങനെ നടന്നോളി. ഞങ്ങൾക്ക് അതിലൊരു പരാതിയില്ല. ഭാവിയിൽ തൃശ്ശൂർ എന്ന് പറയപ്പെടുന്ന സകല നിയോജക മണ്ഡലങ്ങളിലും BJPയുടെ വിജയം നിങ്ങൾ കാണും. ത്രിപുരയിലെ, ബംഗാളിലെ CPMനുണ്ടായേക്കാൾ ദയനീയ ഗതി ഈ കേരളത്തിൽ CPMനുണ്ടാവും. CPMന് ഇന്ത്യ ചരിത്രത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറും. അതിനെ തുടക്കം കുറിക്കുന്നു ഗോവിന്ദൻ മാഷ് എന്ന് പറയപ്പെടുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവർ ഇങ്ങനെ BJPയെ എതിരെ സംസാരിച്ചോട്ടെ, നമുക്കൊരു പരാതിയില്ല. BJPയെ നിങ്ങൾ ഭയക്കണമെന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ വളർച്ചയെ തടയാൻ മാത്രമൊന്നും ഗോവിന്ദൻ മാഷ്ക്കും കൂട്ടർക്കും ഇല്ല.